നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, അത്യന്തം ഗഹനമായൊരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. നാം ചൊവ്വയുടെ ചാരവശാലുള്ള ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്തു 12 രാശിക്കാർക്കും. അത് സവിസ്തരം ചർച്ച ചെയ്തതിന് കാരണമുണ്ട്. കാരണം കഴിഞ്ഞ 4-5 മാസക്കാലമായി ചൊവ്വ കർക്കിടകൻ രാശിയിൽ നീചസ്ഥിതിയിൽ നിന്നു നീചസ്ഥനായ ചൊവ്വ വീണ്ടും വക്രിയായി മിഥുനത്തിലേക്ക് പോയി, വീണ്ടും നീചക്ഷേത്രത്തിലേക്ക് വന്നു. അങ്ങനെയുള്ള ചൊവ്വ പ്രത്യാശയുടെ പൊൻകിരണവുമായാണ് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അത് പല രാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു ഫലത്തെ പ്രദാനം ചെയ്തിരിക്കും. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ്, ഭൂമിയുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ, ഗൃഹനിർമ്മാണം. ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാണ് ചൊവ്വ. ഭ്രാത സത്വഞ്ചോ ഭൗമ ക്ഷിതിരഭി. സഹോദരങ്ങൾ, തൻ്റെ സത്വം, തൻ്റെ ധൈര്യം, സാഹസികത, പിന്നീട് ഭൂമി, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ. അത് നല്ലൊരു സ്ഥാനത്തേക്ക് തൻ്റെ സുഹൃക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്കാണ് വന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ച സമയത്ത് അവിടെ മറ്റൊരു ഗ്രഹവും കൂടെ ചൊവ്വയുടെ കൂടെയുണ്ട്. ഏതാണ് ആ ഗ്രഹം? രാഹുകേതുക്കളിൽ രാഹുവിൻ്റെ വാലായ കേതു എന്ന ഗ്രഹവും ചൊവ്വയോടുകൂടി യോഗം ചെയ്തിരിക്കുന്നു. ജ്യോതിഷത്തിൽ ചൊവ്വയും രാഹുവും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജാതകത്തിലുള്ള പ്രധാനപ്പെട്ട യോഗം. ആ യോഗത്തിന് പറയുക വിജയലക്ഷ്മി യോഗം എന്നാണ്. വിജയവും സമ്പത്തും രണ്ടും കൂടെ തരുന്ന ഒരു സാധാരണ കാണാത്ത യോഗമാണ്. അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജാതകത്തിലുണ്ട്. ഞാൻ പിന്നീട് കണ്ടത് എൻ്റെ ജാതകത്തിലും ആ ഒരു യോഗമുണ്ട്. എനിക്കിപ്പോൾ നടക്കുന്ന രാഹുദശ ആ വിജയലക്ഷ്മി യോഗത്തെ പ്രദാനം ചെയ്യുന്ന യോഗമാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ ജാതകത്തിൽ 11ാം ഭാവത്തിലാണ് ചൊവ്വയും രാഹുവും കൂടെ യോഗം ചെയ്ത് നിൽക്കുന്നത്. അതിനാൽ അദ്ദേഹത്തിന് വിഷം പുരട്ടിയ അമ്പിനാലാണ് ശ്രീകൃഷ്ണൻ വധിക്കപ്പെടുന്നത്. 11ാം ഭാവത്തിൽ പാദങ്ങളാണ്. വേടൻ തെറ്റിദ്ധരിച്ച് ശ്രീകൃഷ്ണനെ അമ്പെയ്യുകയാണ്. വിഷം പുരട്ടിയ രാഹുവും ചൊവ്വയുമാണ്. അതാണ് വിഷം പുരട്ടിയ ഏറോ, അസ്ത്രം കൊണ്ട് മുറിവേറ്റ് ഭഗവാൻ അവിടെ മരിക്കുന്നത്. എൻ്റെ ജാതകത്തിലും ചൊവ്വയും രാഹുവും 11ാം ഭാവത്തിലാണ്. പലപ്പോഴും എനിക്ക് പാദങ്ങൾക്ക് അപകടം വരാറുണ്ട്. ഞാൻ എപ്പോഴും വീണ് എൻ്റെ പാദങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ഇപ്രകാരമുള്ളൊരു യോഗമാണ് വിജയലക്ഷ്മി യോഗം. പക്ഷേ ചൊവ്വ, അഗ്നിഗ്രഹമായ ചൊവ്വ ഇവിടെ കേതുവോട് കൂടെയാണ് യോഗം ചെയ്തിരിക്കുന്നത്. ചൊവ്വയും ശനിയും തമ്മിൽ നിൽക്കുമ്പോൾ ഒരു യോഗമുണ്ട് ജ്യോതിഷത്തിൽ. അത്യന്തം അപകടകാരിയായ യോഗമാണ് സൗരാരയോഗം, അഗ്നിമാരുതയോഗം. പലപ്പോഴും വനം കത്തി നശിക്കുക. നാം പലപ്പോഴും കാലിഫോർണിയയിലൊക്കെ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി കത്തി നശിക്കും. നമ്മളെ നാട്ടിൽ ഉണ്ടാകാറുണ്ട്. ഇപ്രകാരം നിങ്ങൾക്കറിയാം, എന്തിന് നമുക്ക് ദൂരേക്ക് പോകേണ്ട ആവശ്യമില്ല. എറണാകുളത്ത് ബ്രഹ്മപുര പ്ലാന്റിൽ സംഭവിച്ചു. എറണാകുളത്തുകാർക്ക് ജീവിക്കാൻ പോലും പറ്റാത്തൊരു മാസങ്ങളായിരുന്നു അവിടെ. ശ്വാസം മുട്ടിയും നരകയാതനയായിരുന്നു. അതും അഗ്നിമാരുത യോഗമാണ്. ആരോ തീയിട്ട് കഴിഞ്ഞു. കാറ്റും തീയും കൂടെ ഉണ്ടാക്കുന്ന യോഗമാണ് അഗ്നിമാരുത യോഗം, സൗരാരയോഗം, ശനിയും ചൊവ്വയും തമ്മിലുള്ള യോഗം. ഇവിടെ മറ്റൊരു യോഗമാണ് അഗ്നികാരകനായ ചൊവ്വയും മറ്റൊരു അഗ്നിഗ്രഹമായ കേതുവും തമ്മിലുള്ള യോഗം. അരംപ്ലസരം കിന്നരമെന്ന് പറയുന്നത് പോലെ ഈ 51 ദിവസക്കാലം കന്നിരാശിയിൽ വരുന്നത് വരെയുള്ള 51 ദിവസക്കാലം 2 അഗ്നിഗ്രഹങ്ങൾ തമ്മിലുള്ള ഒരു യോഗം. അത് മാത്രമല്ല, ആ ചൊവ്വയും കേതുവും നിൽക്കുന്നത് അഗ്നിരാശിയാണ്, ഫയറി സൈൻ, ചിങ്ങരാശി. അതിനാൽ എന്ത് വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണം. വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാകും, വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകും. ഇടിമിന്നലാകാം, തീപിടുത്തമാകാം, അല്ലെങ്കിൽ അപ്രകാരം തന്നെ വൈദ്യുതാഘാതങ്ങൾ ഉണ്ടാകുക. എന്തെല്ലാം അഗ്നി കൊണ്ട് സംഭവിക്കാം. ഈ പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ TV, ഫ്രിഡ്ജ്, ഇതിലൂടെ വരുന്ന വൈദ്യുത അതിപ്രസരങ്ങളിലൂടെ അപകടങ്ങൾ ഉണ്ടാകാം. വളരെയധികം ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഈ 2 അഗ്നിഗ്രഹങ്ങൾ തമ്മിലുള്ള യോഗം ഇനി നമുക്ക് വിശദമായി സവിസ്തരം ചിന്തിക്കണം. മേടം മുതൽ 12 രാശിക്കാർക്ക് ഇത് എപ്രകാരം ബാധിക്കുമെന്ന വിഷയം. ഇനി മറ്റൊരു വിഷയം, ഈ അഗ്നി എന്നാൽ പ്രകൃതിയിൽ കാണുന്ന അഗ്നി മാത്രമല്ല, നമ്മുടെ ശരീരത്തിലും എല്ലാതരം അഗ്നികൾ ഉണ്ട്. നമ്മുടെ നവദ്വാരത്തിലും അഗ്നികളുണ്ട്. കണ്ണിലുണ്ട്, നേത്രാഗ്നിയാണ്. വയറിലുണ്ട്, നാഭി വയറിലുണ്ട്. അതെന്താണ്?
ജഠരാഗ്നിയാണ്. ഇപ്രകാരം ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും അഗ്നിയുണ്ട്. അതിനാൽ എങ്ങനെയാണ് വ്യക്തികളെ ഇത് ബാധിക്കുന്നത് മേടം മുതൽ 12 രാശിക്കാരെയും എന്ന് നമുക്ക് ചിന്തിക്കാം. എല്ലാവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി. ഇവിടെ ധനുരാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് 9ാം ഭാവത്തിലാണ്. 9ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ വരാഹമിഹിര ആചാര്യൻ പറഞ്ഞ ഫലം അത്ര നല്ലതല്ല. ധർമ്മേ ഘവാൻ, ഇയാൾ കുറ്റകൃത്യങ്ങൾ പാപരതിയോടുകൂടിയ മനുഷ്യനാണെന്നാണ്. അഘവാൻ, അഘം മീൻസ് പാപം. അഘം അസ്യ അസ്ഥീതി അഘവാൻ, പാപത്തോടു കൂടിയ ആളാണ്. ഇയാൾക്ക് പാപരതി ഉണ്ടാകും. പലപ്പോഴും പോലീസ് അല്ലെങ്കിൽ വലിയ സെക്യൂരിറ്റി സർവീസുകൾ അല്ലെങ്കിൽ പട്ടാള ഓഫീസർമാർ ക്രൂരന്മാരായി പെരുമാറും 9ാം ഭാവത്തിൽ ചൊവ്വ വന്നാൽ. 9ൽ ചൊവ്വ നിൽക്കുന്ന വ്യക്തി വളരെയധികം ക്രൂരകൃത്യങ്ങളിൽ വ്യാപൃതനായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിക്ക് 9ൽ ചൊവ്വയുണ്ട്, അയാൾ ജന്മനാ ഒരു തസ്കരനാണെങ്കിൽ, കള്ളനാണെങ്കിൽ, ആ വീട്ടിൽ കയറി സകലതും നശിപ്പിച്ച് വീട്ടുകാരെ ഉപദ്രവിച്ച് വേണമെങ്കിൽ വധിച്ചിട്ടും കാര്യങ്ങൾ നേടും. 9ാമത്തിൽ പാപഗ്രഹമുള്ള ഒരു സ്ത്രീ ആളുകളെ കൊല്ലുമ്പോൾ വിഷം കൊടുത്തും സയനൈഡ് കൊടുത്തും കൊല്ലും. നമ്മുടെ മുന്നിൽ എത്ര ഉദാഹരണങ്ങളുണ്ട്. എത്ര പോലീസ് ഓഫീസർമാർ ഏതെല്ലാം കേസുകൾ പെടുന്നു. ക്രിമിനൽ മൈൻഡ് 9ൽ ചൊവ്വ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ ചൊവ്വയോടുകൂടി കേതു നിൽക്കുമ്പോൾ ഒരു വ്യക്തിയുടെ പാപരതി കൂടും. പാപവാസനയുള്ള വ്യക്തിക്ക് ആ പാപവാസന ഇരട്ടിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനുമപ്പുറം വളരെ ശ്രദ്ധിക്കണം. പാചകം ചെയ്യുമ്പോൾ തീ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. അഗ്നിസംബന്ധമായ ബുദ്ധിമുട്ടുകളെല്ലാം തീ കൊണ്ട് പൊള്ളലേൽക്കാം. സ്വതേ ധനുരാശി അഗ്നിരാശിയാണ്. ചൊവ്വ നിൽക്കുന്നതോ സിംഹൻ രാശി അഗ്നിരാശിയാണ്, ഫയറി സൈനാണ്. അതിനാൽ തീ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിനുമപ്പുറത്ത് വലിയ ശബ്ദത്തിൽ ചെവി വെടിപൊട്ടുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചെവിയുടെ ഡയഫ്രം തകർന്നു പോകുക, ഇയർ ബാലൻസിങ്ങിൻ്റെ ബുദ്ധിമുട്ടുകൾ വരിക, ഇങ്ങനെ ധാരാളം ബുദ്ധിമുട്ടുകൾ ധനുരാശിക്കാർക്ക് ചൊവ്വ ഉണ്ടാക്കും. കാരണം ചൊവ്വ ആരാണ്? ധനുരാശിക്ക് അവരുടെ വൈകല്യവാനാണ്, 12ാം ഭാവാധിപനാണ്. വൈകല്യം ഉണ്ടാക്കുന്ന ഗ്രഹം ആ ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ അതിനൊക്കെ ക്ലേശങ്ങൾ ഉണ്ടാക്കും. പിതാവിന് ദോഷമുണ്ടാക്കും, സഹോദരന് അങ്ങേയറ്റം ദോഷമുണ്ടാക്കും, ധാരാളം ക്ലേശങ്ങൾ ഉണ്ടാക്കും 9ലെ ചൊവ്വ. പക്ഷേ ഈ 9ലെ ചൊവ്വ പല കാര്യങ്ങളും തൻ്റെ സാഹസത്തിലൂടെ നേടിയെടുക്കാൻ പറ്റും. അസാധ്യമായ ധൈര്യം, ശത്രുവിനെ നശിപ്പിക്കാൻ പറ്റും. ചില ഉദാഹരണമായി രേഖാപരമായി കേസുള്ള സ്ഥലങ്ങളൊക്കെ അതിക്രമിച്ച് കയറി അവിടെ മതിൽ കെട്ടുക, ഇതൊക്കെ 9ൽ ചൊവ്വയുള്ള വ്യക്തി ചെയ്യും. അദ്ദേഹം ആലോചിക്കാതെ എടുത്ത് ചാടും. ഒരു പ്രശ്നങ്ങൾക്ക് അമിട്ട് പൊട്ടിക്കാൻ, തീ പിടിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് 9ൽ ചൊവ്വയുള്ള ഈ സമയം. ഒരു പ്രശ്നത്തിനെ അതിനങ്ങേറ്റം വഷളാക്കാൻ എത്രത്തോളം വഷളാക്കാം, അതിന് ഏറ്റവും നല്ല സമയമാകുന്നു. അക്രമവാസനയുള്ളവർക്കും മനഃപൂർവ്വം പ്രയാസങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ധനുരാശിക്കാർക്കും ഈ സമയം വളരെ നല്ലതാണ്. പോലീസ് സ്റ്റേഷനിലേക്കോ കോടതിയിലേക്കോ പോകേണ്ടുന്ന അവസ്ഥ വരും. അവിടെയൊന്നും ധൈര്യം കൈവിടാതെ മുന്നോട്ട് നീങ്ങുമെന്നൊരു ഫലമുണ്ട്. ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം നിങ്ങൾ ശ്രദ്ധിക്കണം. മഹോഗ്രാമതിർ ഭാഗ്യവിത്തം മഹോഗ്രം. 9ൽ ചൊവ്വയുള്ളപ്പോൾ മഹോഗ്രമായ ബുദ്ധി ഉണ്ടാകും, അങ്ങേയറ്റം നല്ല ബുദ്ധി ഉണ്ടാകും. ഭാഗ്യവിത്തം മഹോഗ്രം, അങ്ങേയറ്റം വലിയ ഭാഗ്യവും ധനവും ലഭിക്കും. തപോഭാവകോ മംഗലസ്ഥം കരോതി. 9ൽ നിൽക്കുന്ന ചൊവ്വ ഒരു വ്യക്തിയെ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നു. ഭവേന്ന ആദിമ ശാലക സോദരോവ, തൻ്റെ ആദ്യത്തെ ഭാര്യ സഹോദരനോ തൻ്റെ സഹോദരനോ അങ്ങേറ്റം ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും സൃഷ്ടിക്കും 9ൽ ചൊവ്വ നിൽക്കുമ്പോൾ. കുതോ വിക്രമസ്തുച്ഛലാഭോ വിഭാഗേ. കുതോ വിക്രമ, അങ്ങേറ്റം വിക്രമം പരാക്രമം പ്രകടിപ്പിക്കും. തുച്ഛലാഭോ വിഭാഗേ, ഫലം പഴുത്തു വരുമ്പോൾ തുച്ഛലാഭ, ലാഭം കുറയും. അതിനാൽ പലതും പ്ലാൻ ചെയ്ത് അവസാന സമയത്ത് എത്തുമ്പോഴേക്കും ഈ ചൊവ്വ എന്ത് ചെയ്യും? അതിൻ്റെ അനുഭവത്തെ നശിപ്പിക്കുമെന്നൊരു ഫലം കൂടിയുണ്ട്. ഭാഗ്യം കുറയ്ക്കും ഈ ചൊവ്വ. പിന്നെ ചൊവ്വ 5ാം ഭാവാധിപനാണ്. 5ാം ഭാവം പ്രജ്ഞ, മേധ, പ്രതിഭ, ബുദ്ധി, പ്രതിഭ, സന്താനങ്ങൾ, ഉപദേശങ്ങൾ, മന്ത്രി, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു. ഈ ചൊവ്വ 9ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പലർക്കും അതിശക്തമായ തങ്ങളുടെ സാന്നിധ്യം സമൂഹത്തിൽ അറിയിക്കാം. അത് രാഷ്ട്രീയക്കാരനായാലും പല കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്യുവാനുള്ള കരുത്ത്, അത് ബുദ്ധിയേക്കാളും സാഹസികത ആയിരിക്കും ധനുരാശിക്കാരെ ഭരിക്കുക. വിവാദങ്ങളിൽ ചെന്ന് ചാടരുത് ധനുരാശിക്കാർ. പലപ്പോഴും മനസ്സിന് ഇഷ്ടപ്പെടാതെ തപസ് അനുഷ്ഠിക്കേണ്ടി വരും. ചില തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുക,
പകുതിയാകുമ്പോൾ തീർത്ഥാടനത്തിലുള്ള താല്പര്യം കുറയുക, വ്രതം മുറിക്കുക, ഇതൊക്കെ 9 നിൽക്കുന്ന ചൊവ്വ ചെയ്യുന്ന ബുദ്ധിമുട്ടുകളാണ്. അതിനാൽ സ്വതവേ 9 നിൽക്കുന്ന ചൊവ്വ അങ്ങേയറ്റം വില്ലനാണ്. ആ വില്ലത്തരത്തെ കൂട്ടും കേതുവും കൂടി വരുമ്പോൾ അരമ്പളസരം കിന്നരം എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, വൈദ്യുതി ഉപകരണങ്ങൾ ശ്രദ്ധിക്കണം. ഷോക്ക് അടിക്കുന്ന അവസ്ഥ ഉണ്ടാകാം, അഗ്നിസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാം. മഴക്കാലത്തൊക്കെ പന്നിയെ പിടിക്കാനല്ലേ ആനയെ ഓടിക്കാൻ വേണ്ടി വെക്കുന്ന കെണിയിൽപ്പെടും പലരും ധനുരാശിക്കാർ. ശരീരത്തിൽ ഷോക്കടിച്ച് സ്വയം നശിക്കുന്നൊരവസ്ഥയുണ്ടാകും. അത് വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങളായാലും മിക്സി ആയാലും വാഷിംഗ് മെഷീനായാലും അറിയാതെ ഷോക്ക് വന്ന് ശാരീരികമായി പെട്ടെന്ന് വൈദ്യുതാഘാതമേൽക്കുക, അത് ഇടിമിന്നലായാലും എല്ലാം വളരെ ശ്രദ്ധിക്കുക. എല്ലാ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു 51 ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.